യഹോവ നിന്നോട് കൂടെയുണ്ട്. ആ ദൈവം നിന്നെ കൈവിടത്തില്ല. നിനക്ക് വേണ്ടിയത് തക്ക സമയത്ത് ദൈവം നൽകി. ആ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. രണ്ടാമതായി അവന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലം, അവിടെ നിന്ന് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ വിധവയുടെ വീട്ടിലേക്ക് പോക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിധവയുടെ വീട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം വിധവമാരുടെ ഭവനങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കണ്ടവരാ. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പോലും അവർക്ക് കാണത്തില്ല. നമ്മൾ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യങ്ങൾ അവർക്ക് കാണത്തില്ല. അവരെങ്ങനെയെങ്കിലും, നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞ് തട്ടിച്ചും മുട്ടിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവിനോട് ചെല്ലുവാൻ പറഞ്ഞത്. ഏലിയാവ് ആ ഭവനത്തിൽ, ആ ഭാഗമൊക്കെ വായിക്കും. 17-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതും കാണും. എല്ലാം 17, 18, 19 അധ്യായങ്ങളിലാണ്. നിങ്ങൾ മറന്നു പോകരുത് ഞാൻ പറയുന്ന കാര്യങ്ങൾ. ആദ്യത്തെ നമ്മൾ കേട്ടു 17-ന്റെ ആ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷമാണ് ഇതാ പറയുന്നത്, വിധവയുടെ വീട്ടിലേക്ക് പോകാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാറാഫത്തിൽ ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഉള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ ദൈവമുണ്ട് കൽപ്പിക്കുക. ഏലിയാവ് നിങ്ങൾ ചിന്തിക്കണം, കൊട്ടാരത്തിലിരുന്ന ഏലിയാവ് ഒരു ദൈവ വെളിപ്പാട് പറഞ്ഞത് മുഖാന്തരം അവന്റെ ജീവിതത്തിൽ വന്ന തകർച്ചയാ. പ്രൈസ് ദി ലോർഡ്. തകർച്ചയെന്ന് പറയാൻ പറ്റത്തില്ല, പ്രൊമോഷനാ, കീഴ്പോട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അവസ്ഥയിലും വിധവയുടെ ഭവനത്തിലേക്ക് അവിടെ കടന്നു പോകുന്ന അനുഭവത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 9-10 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്, സാറാഫാത്തിൽ പോയി അവിടെ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറവിറ പറക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് കൽപ്പിച്ചു. നോക്കുക, വിധവയോട് അവിടെ വിധവയുടെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ പറഞ്ഞു. വിധവയുടെ ഭവനത്തിലേക്ക് പോയ ഏലിയാവ് അവിടെ ചെന്ന് വിധവയെ കണ്ടു. വിധവയോട് പറയുക, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം കൊണ്ടുവരാൻ. വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി തിരിയുമ്പോൾ അവളോട് പറയ, എനിക്കൊരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരിക. അവൾ പറയുന്നൊരു മറുപടി ഉണ്ട്, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിലൊരു പൊടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല. ഞാനിതാ 2 വിറകും പിറക്കുന്നു. ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകന് വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുക എന്ന് പറഞ്ഞു. മരിപ്പാനിരിക്കുന്നെന്ന് അവൾ പറയുന്ന ഭാഗം നിങ്ങൾ ഈ സമയത്തൊന്ന് അണ്ടർലൈൻ ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിനപ്പുറമായി അവൻ പറഞ്ഞ വാക്കിനനുസരിച്ച് അവൾ എന്ത് ചെയ്യുന്നറിയാമോ, വെള്ളവും അപ്പവും ഏലിയാവിന് കൊണ്ടുകൊടുത്തു. സന്തുഷ്ടമായി ഏലിയാവ് കഴിച്ചു. നല്ല സന്തോഷമായി അവിടെ പാർക്കുമ്പോ ഇതാ പെട്ടെന്ന് ആ ഭവനത്തിന്റെ അകത്തൊരു സംഭവം നടക്കുക. ആ വിധവയുടെ മകൻ മരിച്ചുപോയി. നോക്കുക, അവൾ കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണെന്നാണ് അവളുടെ പ്രത്യാശയായിരുന്നത്. ഏലിയാവിനോട് പറയുന്നതും അങ്ങനെയാ. പക്ഷെ അപ്പവും വെള്ളവും കൊടുത്തു കഴിഞ്ഞപ്പോ, പിന്നെ അവന്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് വന്ന് ഏലിയാവിനോട് വന്ന് പറയുക, നീ എന്റെ ഭവനത്തിൽ വന്നത് എന്റെ മകനെ കൊല്ലുവാൻ വേണ്ടിയാണോ എന്ന് ചോദ്യം. നോക്കുക, നിന്ന അനുഭവം. അവള് പറഞ്ഞതൊക്കെ പിന്നെ അവിടെ അങ്ങ് അവസാനിച്ചു. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്. മനുഷ്യർ പറയുന്നത് പലതും എന്ത് ചെയ്യുന്നറിയാം, അതങ്ങ് മറന്നുപോകും. നമ്മുടെ വായ അല്ലെങ്കിൽ ദൈവഭക്തന്മാരുടെയോ ദൈവത്തിന്റെ ആലോചന എന്തെങ്കിലും കേട്ടാൽ അതിനെ പിടിച്ചു വച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികളാ. ഏലിയാവും അതും അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അവൻ ചിന്തിച്ചും, കർത്താവേ, എന്തിനാ നീ ഈ വിധവയുടെ വീട്ടിൽ കൊണ്ടുവന്നു? എത്രയോ അഭിഷിക്ത ദാസന്മാർ കുടുംബമായി താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കും തന്നെ പറഞ്ഞു വിട്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു നിന്ന് അനുഭവിക്കേണ്ടായിരുന്നല്ലോ എന്ന് മാനുഷികമായി ഏലിയാവ് ചിന്തിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അവിടെയും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതുണ്ട്. ഈ വിധവയുടെ വീട്ടില് ചില നിറവ് ദൈവം കൊടുക്കണം. ഒരത്ഭുതം ആ ഭവനത്തിന്റെ അകത്ത് ചെയ്യണം. എങ്കിലേ ആ ദേശത്ത് അവളെ കൊണ്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ദൈവാത്മാവിനാൽ നാം ആയിരിക്കുമ്പോ ചില പ്രതിസന്ധികളിലൂടെ നിന്റെ ഭവനം മുന്നോട്ട് പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചില പ്രതിസന്ധികൾ ഒരിക്കലും നിന്റെ തകർച്ചയ്ക്കല്ല, ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് അതിന്റെ മേൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, നിന്ദകൾ വന്നേക്കാം, അപമാനങ്ങൾ വന്നേക്കാം, ഒറ്റപ്പെടേണ്ട അനുഭവങ്ങൾ വന്നേക്കാം, എല്ലാവരാലും തള്ളപ്പെടുന്ന അനുഭവങ്ങൾ വന്നേക്കാം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന
ക്രൂശിക്കപ്പെട്ട അനുഭവങ്ങൾ വന്നേക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, ദൈവം നിന്നിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരാ, ചില അപമാനങ്ങൾ കടന്നു വരാ. ഇന്ന് പകൽക്കാലം കർത്താവ് എന്തിനു വന്നു, ഞാനിനി ദൈവസ്ഥന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറി പോകുവാനല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തോട് അടുക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവമായുള്ള ബന്ധത്തിലായിരിക്കുക. ഇന്ന് പകൽക്കാലം റീമന ഹതുന റഗൽ കമന ഘടകസ്യ പരിശുദ്ധാത്മ വ്യക്തമായി പറയുക, ഒത്തിരി അപമാനങ്ങൾ സഹിച്ച്, ഒത്തിരി നിന്ദകൾ സഹിച്ച് ഇനി എന്റെ ജീവിതം കർത്താവെ എനിക്ക് ആത്മീകത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് തന്നെ പിറുപുറത്ത് ആയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന് ചില അത്ഭുത പ്രവൃത്തികൾ നിന്നിലൂടെ ചെയ്യേണ്ടതുണ്ട്, നിന്റെ കുടുംബത്തോട് ചെയ്യേണ്ടതുണ്ട്, നിന്റെ തലമുറയോട് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കടന്നു വരുന്ന പ്രതിസന്ധികൾ ഒരിക്കലും അത് തകർച്ചയ്ക്കല്ല, ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹത്തിനാണെന്ന് ഒരു അണ്ടർലൈൻ ഇട്ടിട്ട് ഇന്ന് ദൈവസ്ഥലം ഒന്ന് മുട്ടുമടക്ക്. ദൈവം ചില അത്ഭുത പ്രവൃത്തികളിലൂടെ നിന്നെ ഇന്ന് പകൽക്കാലം പുറത്തു കൊണ്ടുവരും. അതുവരെ അറിയപ്പെടാത്ത ഒരു വിധവ, അതുവരെ അറിയപ്പെടാത്ത തന്റെ മകൻ ആ ദേശത്ത് അവൻ കടന്നു ചെന്നപ്പോ, ആ വിധവയുടെ ഭവനത്തിന്റെ അകത്ത് കാൽ വെച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നതുകൊണ്ട്, ഒരു നിറവ് സംഭവിച്ചത് കൊണ്ട് ദേശം അറിയുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് വരെ നിന്നെ അറിയാത്ത വ്യക്തികളായിരിക്കാം, ഇന്ന് വരെ നിന്റെ അടുത്ത അയൽവക്കത്തുള്ള വ്യക്തികൾ പോലും നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നില്ലായിരിക്കാം. എന്നാ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ കുറിച്ച് ചിന്തിക്കുന്ന, നിന്നെ കുറിച്ച് ആ വലിയ അത്ഭുത പ്രവൃത്തികൾ പറയുന്ന നാളുകൾ വേഗത്തിലടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലേക്ക് ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവ് രണ്ടാമതായി വിധവയുടെ ഭവനത്തിലാക്ക ഏലിയാവ് ഒളിച്ചിരിക്കുവാൻ വരുന്നത്. മൂന്നാമതായി അവിടെയൊക്കെ വന്നിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭാഗം, ആ മൂന്നാമത് 18-ാം അധ്യായത്തിന്റെ ആ ഭാഗമാണ് എങ്കിൽ ഞാൻ അത് അടുത്ത അവസാനത്തേക്ക് പറയാം. മൂന്നാമതായി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, പ്രൈസ് ദി ലോർഡ്, ഇസബെലിന്റെ വാക്കിനാൽ അവൻ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം, ചൂരച്ചെടിയുടെ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, നല്ല ഭക്തനായ മനുഷ്യനാ, അരുളപ്പാട് കേട്ട മനുഷ്യനാ, ദൈവ വിളിയോടെ ഇറങ്ങി തിരിച്ചവനാ, ദർശനങ്ങൾ കാണുന്നവനാ, മറ്റുള്ളവരോട് ദർശനത്തെ കുറിച്ച് പറയുന്നവനാ, അത്ഭുതങ്ങളെ ചെയ്തവനാ. ഇതാ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഒത്തിരി ഇടങ്ങളിൽ അവൻ അഭയം തേടി പോകുന്നു. നമ്മളൊക്കെ പറഞ്ഞാൽ എന്നേ ദൈവസേവോ ഇതുവരെ ശുശ്രൂഷിച്ചത് മതി, ഇതുവരെ ചെയ്തത് മതി, ഇതുവരെ ദൈവത്തിന് വേണ്ടി നിന്നത് മതി എന്ന് പറഞ്ഞ് സഭ വിട്ടുപോകും, അല്ലെ ദേശം വിട്ടുപോകും. എവിടെയെങ്കിലും പോയി ചെന്ന് അവിടെ രഹസ്യമായി നമ്മൾ പാർക്കും. ദൈവത്തെയും വേണ്ട, മനുഷ്യനെയും കാണണ്ട, ദൈവ മക്കളെയും കാണണ്ട എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഓടി ഉളയ്ക്കും. അങ്ങനെയല്ല ഏലിയാവ് ചെയ്തത്. അവന്റെ ഒരു ചെറിയ പീരീഡ് അവന്റെ ജീവിതത്തിൽ തകർച്ച വന്നപ്പോ അവൻ ദൈവസന്നിൽ മുട്ടിപ്പായി മുറുകെ പിടിച്ചത് കൊണ്ട്, ആലോചനയ്ക്ക് വേണ്ടി അവൻ ചെവി കോർത്തത് കൊണ്ട്, ആലോചന പറഞ്ഞു കൊടുത്തവൻ അവന്റെ ജീവിതത്തെ വഴി നടത്തുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് മാത്രം പറയട്ടെ, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ എല്ലാം മതി എന്ന് പറഞ്ഞ് ഓടേണ്ടവനല്ല. ദൈവസന്നിധി മുട്ടുമടക്ക്, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാതോർക്ക്, ആ ശബ്ദം ഒന്ന് കേൾക്ക്. അവൻ നിന്നെ നടത്തും, അവൻ നിന്നെ കരുതും, അവൻ നിനക്ക് വേണ്ടിയത് അവൻ നൽകി നിന്നെ എത്തിക്കേണ്ട പാതയിൽ അവൻ എത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവ് ഇതാ ചൂരച്ചെടി, ഒരു നിസ്സാര ഒരു വ്യക്തിയുടെ വാക്കാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാമും അങ്ങനെ പല വാക്കുകൾ കൊണ്ട് തകർന്നിരിക്കുന്ന വ്യക്തിയല്ലേ. വ്യക്തികളുടെ ജീവിതം മുഖാന്തരം ആ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, ആലയത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് ഇന്ന് നിന്റെ കുടുംബക്കാർ പറയുന്നില്ലേ, നിന്റെ തലമുറയിൽ അനുഗ്രഹം കാണത്തില്ല, നീ ദേശത്ത് നിന്ന് നിന്നെ പറിച്ചു കളയോ, നീ മുടിഞ്ഞു പോകും, നശിച്ചു പോകുമെന്ന് നമ്മെ കുറിച്ചും പലരും പറയുന്നില്ലേ. ആ വാക്ക് കണ്ട് കർത്താവേ എനിക്ക് മതിയപ്പ എന്ന് പറഞ്ഞ് നാമും പലവട്ടം ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചില്ലേ, പലവട്ടം നമ്മുടെ കരം തലക്കൽ വച്ചിട്ട് മതിയപ്പ എന്ന് കണ്ണുനീരോടെ കരഞ്ഞില്ലേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുക, ഇന്ന് പകൽക്കാലം ചൂരച്ചെടിയുടെ നടുവിൽ മരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഏലിയാവിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില പ്രതിസന്ധിയുടെ നടുവിൽ നീ ഒളിച്ചിരിക്കുമ്പോ, പ്രതിസന്ധിയുടെ നടുവിൽ നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോ, ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ ആരും ഇറങ്ങാത്തൊരു ദൈവസ്ഥാനത്ത് നിന്റെ അടുക്കൽ ഇറങ്ങുവാനിടയാകും. ആരും വരാത്ത ഇടത്ത് നീ ആയിരിക്കുന്നെങ്കിൽ അവിടെ ഇറങ്ങി വരുന്നതാണ് ഒരു ദൈവ സാന്നിധ്യം. ഉടമന ഹതുന റഗൽ ഖമന ഹസ്തരെ ഉട അലവശ
ശമനഘടകസ്യ. നിന്റെ തലമുറകൾ പല രാജ്യങ്ങളിലായിരിക്കുന്നു, അവിടെ ഒത്തിരി പ്രതിസന്ധികളായിരിക്കുന്നു, നിനക്ക് അവിടെ ചെല്ലുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെയും ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ദൂതൻ അവിടെ ഇറങ്ങുന്നുണ്ട്, തന്റെ മക്കളെ അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ മക്കൾ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. ആരും അവരെ സഹായിപ്പാൻ വരുന്നില്ലേ? അവർ ഒറ്റപ്പെട്ട അനുഭവത്തിലാണോ ആയിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ആരും അവരുടെ അടുക്കൽ ഇറങ്ങിയില്ല എങ്കിലും ദൈവ സാന്നിധ്യം അവിടെ അടുക്കലേക്ക് ഇറങ്ങുവാനിടയായി തീരും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, ചൂരച്ചെടിയുടെ നടുവിലായിരുന്ന ഏലിയാവിന് അവന് അവിടെ ഇരിക്കുമ്പോ എല്ലാം അവന് കൈവിട്ടുപോയി. ഇനി മരിക്കുവാൻ വേണ്ടി മാത്രം കാത്തിരിക്കുക. അവൻ പറയുന്ന ഭാഗം നോക്കുക. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നിരിക്കുമ്പോ പെട്ടെന്നൊരു ദൂതൻ അവിടെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉറന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു തുരുത്തി വെള്ളം തലക്കലിരിക്കുന്നവൻ കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്നു അവനെ തട്ടി എഴുന്നേൽപ്പിച്ച്, തിന്ന്, നിനക്ക് ദൂരയാത്രയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരിക്കാൻ വേണ്ടി ഇരിക്കുക. കർത്താവേ, ഞാൻ ചൂരച്ചെടിയിൽ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു എന്ന വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. നമുക്ക് നമ്മളെ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മരിക്കാൻ വേണ്ടി ദൈവത്തോട് യാചിക്കാൻ പറ്റും. ഇന്നും പലരും അങ്ങനെയാ. മരിക്കാൻ പറ്റാത്തോണ്ട്, ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തോണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ എന്റെ പ്രാണനെ അങ്ങ് എടുക്കണം, എന്റെ പ്രാണനെ അങ്ങ്. ഞാൻ ഒത്തിരി പേരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ഒത്തിരി അമ്മമാരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. മക്കള് തോന്നിവാസം നടക്കുമ്പോ എനിക്കിതൊന്നും കാണണ്ട, എന്റെ പ്രാണനെ അങ്ങ് എടുത്താൽ മതിയെന്ന് പലപ്പോഴും പറയുന്ന അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം പ്രാണനെ എടുക്കുവാൻ വേണ്ടി നീ ആഗ്രഹിച്ചാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ആയിരിക്കുന്ന ഇടത്തല്ല ദൈവപ്രവൃത്തി. നിന്നെ ദൂരെ യാത്ര കൊണ്ടുപോയി അവിടെ ചിലത് നിനക്ക് വേണ്ടി നൽകി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതാ പറഞ്ഞത്, ദൂതൻ ഒരു പ്രാവശ്യം വന്നു, അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങുക. മരിക്കാൻ ഇച്ഛിച്ചല്ലേ, പിന്നെ ദർശനം കാണാൻ അവൻ ആഗ്രഹമില്ല, അവന് വെളിപ്പാട് കാണാൻ ആഗ്രഹമില്ല, പിന്നെ അവൻ ഒരു ദൈവ ശബ്ദം കേൾക്കാൻ ഒരു താല്പര്യമില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ രണ്ടാമതും ദൂതൻ വന്നു. എടാ മോനെ, നീ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടവനല്ല, നിനക്ക് തിന്നാൻ തന്നതോ, നീ ബലപ്പെട്ടതും നീ കിടന്ന് ശക്തിയോടെ ഉറങ്ങാനല്ല, ഒന്ന് എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്രയുണ്ട്. ഞാൻ പറയട്ടെ, മൂന്നാമത്തെ പ്രതിസന്ധിയുടെ നടുവിലും ഏലിയാവ് ആയിരിക്കുമ്പോൾ അവിടെ വാഗ്ദത്തം അവൻ പ്രാപിക്കുവാനിടയായി. വാഗ്ദത്തം ലഭിക്കുവാനിടയായി. ഏലിയാവ് വാഗ്ദത്തം ലഭിച്ചത് ചൂരച്ചെടിയുടെ നടുവിലാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഓരോ സ്ഥലത്ത് ഈ ഏലിയാവ് ആയിരിക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിധവയുടെ ഭവനത്തിന്റെ അകത്ത് നിറവും അത്ഭുതവും പ്രാപിച്ചു. ചൂരച്ചെടിയുടെ നടുവിൽ ചില വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു. അടുത്തതായി നാലാമത്തെ ഭാഗം ഞാൻ ഓടിച്ചു പോകുന്ന സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ഒത്തിരി മണിക്കൂറുകൾ നിന്ന് മെസ്സേജ് കൊടുത്താൽ ആത്മീക ചിന്തകളായി ഇതിൽ നിന്ന് കേൾക്കുവാൻ ഇടയാകുന്നത്. ഞാൻ ചുരുക്കമായി പറഞ്ഞു പോകട്ടെ. നാലാമതായി ഏലിയാവ് അടുത്തു പോകുന്നത് എവിടെയെന്നറിയാമോ? ബർശേബ മരുഭൂമിയിൽ ഒരു ഗുഹയില. 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. ശക്തിയുള്ള, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക. പ്രൈസ് ദി ലോർഡ്. അവൻ ബർശേബ മരുഭൂമിയിലെ ഒരു ഗുഹയിലൊന്ന് ഒളിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ട്, അതിന്റെ 9-ാമത്തെ വാക്യം, ഒരു ഗുഹയിൽ കടന്ന് രാവാർത്തു എന്ന് പറയാ. ഓരോ പർവ്വതമായ ഓരോ ബോളം നടന്ന് അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാവാർത്തു. പ്രൈസ് ദി ലോർഡ്. ആ ഗുഹയ്ക്കകത്ത് അവൻ പാർക്കുമ്പോ അവിടെ കിടന്ന് സുഖമായിട്ട് ഒളിച്ചിരിക്കാമെന്ന് ചിന്തിച്ചു. എന്നാൽ ആ ഗുഹയ്ക്കകത്ത് നിന്ന്, പ്രൈസ് ദി ലോർഡ്, അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരിക ദൈവം. പ്രൈസ് ദി ലോർഡ്. ചൂരച്ചെടിയുടെ നടുവിൽ മരിക്കാൻ ആഗ്രഹിച്ചു. ഇതാ ഗുഹയ്ക്കകത്ത് ചെന്നത്, അവിടെ ചെന്ന് ഒളിച്ചു പാർക്കാമെന്ന്, ആരും കാണത്തില്ലല്ലോ എന്ന് ചിന്ത അവിടെ പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, ആ ഗുഹയ്ക്കകത്തായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു നിറവ്, ഒരു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു നിറവിനാൽ അവൻ കിടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, അവന് ഏതു ഗുഹയിലായിരുന്നാലും എവിടെയായിരുന്നാലും അവനെ മറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇതാ കാണുന്നു, ആ ഗുഹയ്ക്കകത്ത് പാർത്ത് ഒളിച്ചിരിക്കുക. ഇനി എനിക്ക് പുറത്തിറങ്ങണ്ട, ഇതോടുകൂടി ഇവിടെ ആയിരുന്നു കൊണ്ട് ഞാൻ ഒരു ജീവിതം അവസാനിപ്പിച്ചോളാം എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഇതാ ഗുഹയ്ക്കകത്ത് നിന്ന് അവനെ പുറത്തു
പുറത്തു കൊണ്ടുവന്ന് അവന് വേണ്ടി ദൈവം ചിലത് കൊടുക്കുവാനിടയായി. ദൈവം ഇറങ്ങി വന്നിട്ട് ആകുന്നത് കാലത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു ആത്മബലം ദൈവം അവന് നൽകി. നാം പറയട്ടെ, കാശ് തീർന്നു പോയാലും പകൽക്കാലം എല്ലാം തകർന്നു പോയാലും വീട് നഷ്ടപ്പെട്ടു പോയാലും എല്ലാം നശിച്ചു പോയാലും ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതം ഒരിക്കലും ഒരു സ്ഥാനത്തിരുന്ന് അസ്തമിക്കേണ്ടവനല്ല. നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദേശത്ത് വച്ച് മാനിക്കപ്പെടുവാൻ, ഉയർത്തുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എവിടെയാണോ നീ അസ്തമിച്ചെന്ന് ചിന്തിക്കുന്നത്, എവിടെയാണോ നീ തകർന്നെന്ന് ചിന്തിക്കുന്നത്, എവിടെയാണോ നീ ഒതുക്കപ്പെട്ട് ഇതോടുകൂടെ കഴിഞ്ഞു എന്ന് ഭാരപ്പെടുന്നത്, ഇന്ന് പകൽക്കാലം അവിടെയും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇതാ ബർശാ മരുഭൂമിയിൽ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്ന് ആരും എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ രാവാർത്തിരിക്കുമ്പോ അവിടെ ഇറങ്ങി വന്ന് ദൈവം പറയുക, അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് അവന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന് യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നവനോട് കൽപ്പിച്ചു. ചില ഉടമ്പടികൾ ദൈവം അവന് കൊടുക്കുക. ഗുഹയ്ക്കകത്ത് പാർക്കേണ്ടവനല്ല. ചിലത് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ചിലത് നിന്നെ കാണിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീ അകത്തളത്തിലായിരുന്ന നിനക്കൊന്നും ദർശിക്കുവാൻ കഴിയത്തില്ല. നീ പുറത്തു വന്നാലേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, ദർശനങ്ങൾ ഉണ്ടാകാം, വെളിപ്പാടുകൾ ഉണ്ടാകാം, എങ്കിലും അതിനെയൊക്കെ മറച്ചു വച്ച് എനിക്ക് പ്രവർത്തിക്കേണ്ട, എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, എനിക്ക് ദൂത് പറയണ്ട, പ്രാർത്ഥിക്കണ്ട, പ്രവചിക്കണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും അതിനെയൊക്കെ മൂടി വച്ച് ഇന്നും ഒരു ഗുഹ പോലുള്ള അനുഭവത്തിന്റെ നടുവിൽ നീ ആയിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവിടെ വന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് യഹോവയുടെ മുമ്പിൽ നിർത്തുവാൻ കഴിവുള്ള ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടവളല്ല, നിന്റെ ജീവിതം ഒരിക്കലും തകർക്കേണ്ടവനല്ല. ഇന്ന് പകൽക്കാലം ചില സ്ഥാനങ്ങൾ നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പലപ്പോഴും നിന്നെ അവഗണിച്ച സ്ഥലമായിരിക്കാം, ചിലപ്പോൾ നിന്നെ മാറ്റി നിർത്തിയ സ്ഥലമായിരിക്കാം, പലയിടത്തും നീ ആ സ്ഥാനത്ത് ഉണ്ടാകരുതെന്ന് പ്രതീക്ഷിച്ച സ്ഥലമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പദ്ധതി. ചിലർ നിന്നെ മാറ്റിയ ഇടത്ത്, ചിലർ നിന്നെ ഉപേക്ഷിച്ച ഇടത്ത്, ചിലർ നിന്നെ വേണ്ട എന്ന് ഉപേക്ഷിച്ച സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു യഹോവയുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കഷ്ടപ്പാട് കണ്ട്, നിന്റെ അവസ്ഥകളെ കണ്ട് നിന്നെ കൂടിയ കൂട്ടത്ത് കൂട്ടാതെ പലരും നിന്നെ അവഗണിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഉയർത്തി മാനിച്ച് പലയിടത്തും ദൈവം നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ആ ഒരു ശോധനയുടെ നടുവിലാണോ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നീ വേദനിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ചിലയിടത്ത് നിന്നെ നിർത്തുവാൻ ദൈവത്തിന് സമയമായി. അതിനുവേണ്ടി നീ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുക. ഇന്നലെ വരെ നിൽക്കാത്ത ഇട, ഇന്നലെ വരെ നീ പോകാത്ത ഇട, ഇന്നലെ വരെ നീ ആയിരിക്കേണ്ട, നീ പ്രതീക്ഷിച്ച സ്ഥലത്ത് പോലെ നിനക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത സ്ഥലത്ത് ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ടുപോയി നിർത്തുന്ന ദൈവമാണ്. നീ ആഗ്രഹിച്ചു, പക്ഷേ നീ പണം മുടക്കിയിട്ട് പോലും നിനക്ക് പോകാൻ കഴിയാത്ത ഇടത്ത് ദൈവം നിന്നെ കൊണ്ടുപോയി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക. നിന്നെ വരുത്തണ്ട, നിന്നെ അവിടെ വരുത്തണ്ട, നിന്നെ അവിടെ ഇറക്കത്തണ്ട, നീ അവിടെ വരണ്ട എന്ന് പലരും നിന്നെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ടുപോയി നിർത്തുവാൻ യഹോവയുടെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ദൂതിന് വേണ്ടി സമർപ്പിക്കുക. ഇന്ന് പകൽക്കാലം ചിലയിടത്ത് നീ ഒളിച്ചു പാർത്ത് വേണ്ടപ്പാ മതി, എനിക്കിനി അവിടെ പോകണ്ട, എനിക്ക് അവിടെ ആയിരിക്കണ്ട എന്ന് നീ പാർത്താലും അവിടെ വന്ന് നിന്നെ ഇറക്കി, നിന്നെ കൊണ്ട് അവിടെ പുറത്തു കൊണ്ടുവന്ന് നീ പോകേണ്ട ഇടത്ത് നിന്നെ കൊണ്ടുപോയി നിർത്തുന്ന യഹോവയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നുണ്ട്. ആത്മാവിൽ അത് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ആ ദൂതേറ്റെടുത്ത പ്രൈസലോ യഹോവയുടെ മുമ്പാകെ നിൽക്ക. ഏലിയാവിനോട് പറയ, അപ്പോൾ ഇതാ യഹോവയെ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതത്തിൽ കീറി പാറകളെ താർത്തു. എന്നാൽ കാറ്റിലെ യഹോവയില്ലായിരുന്നു. ചില അത്ഭുത പ്രവൃത്തികൾ നിന്നിലൂടെ ചെയ്യുവാൻ വേണ്ടി നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുമ്പോ അവിടെ ചില അത്ഭുത പ്രവൃത്തികൾ കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് അവന്റെ ശുശ്രൂഷ അങ്ങ് വ്യാപിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുവരെ അവൻ ആ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, ഒളിച്ചു, മരിക്കുവാൻ ആഗ്രഹിച്ചു, വിധവയുടെ ഭവനത്തിലേക്കൊക്കെ പോയി. എന്നാൽ അടുത്ത അതിന്റെ 18-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുമ്പോൾ അവൻ ചെന്നെത്തുന്ന ഒരു
കർമ്മേലിൽ ബ്രൈസലോ കർമ്മേലിൽ ചെന്നതും ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി. ബ്രൈസലോ ബാലിന്റെ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്, ബാലിന്റെ 480 പ്രവാചകന്മാർ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ ചുരുക്കി പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ അവിടെ ബാലിന്റെ ദൈവത്തിന് പ്രവർത്തിപ്പ ഞാനത് ചുരുക്കമായി പറയുന്നുള്ളൂ. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്ന് അങ്ങ് വായിച്ചോ. പ്രൈസലോ 18-ാം അധ്യായം 13 മുതൽ അതിന്റെ 39 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. അല്ല, അവന്റെ അവസാനം എന്ന് പറഞ്ഞാൽ 18-ാം അധ്യായത്തിന്റെ 13 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിൻ്റെതായ രക്തം ചുരുക്കം നമുക്ക് മനസ്സിലാകാം. പ്രൈസലോ അങ്ങനെ ഏലിയാവിലൂടെയുള്ള ശുശ്രൂഷ അവിടെ വെളിപ്പെടുവാനിടയായി. നോക്കുക, മരിക്കുവാൻ ആഗ്രഹിച്ചു, ഒറ്റപ്പെട്ട നിന്ദിക്കപ്പെടേണ്ട ഭവനത്തിന്റെ അകത്ത് അവൻ കടന്നുപോയി. ഇതാ ചൂരച്ചെടിയുടെ നടുവിൽ ഇരുന്നു. പ്രൈസലോ ഗുഹയിൽ അവൻ പാർത്തു. ഇവിടെ ഒക്കെ ഇരുന്നപ്പോഴും ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി കാതോർത്ത് മുന്നോട്ട് പോയത് കൊണ്ട് അവൻ നിൽക്കേണ്ട ഒരിടത്ത് ദൈവം കൊണ്ട് നിർത്തി. കർമ്മേലിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. എന്നാൽ ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നീ വീണ്ടും കാണുമെന്നുള്ള വചനം അവിടെ വെളിപ്പെടുവാനിടയായി. ഇതാ ബാലിന്റെ വിഗ്രഹങ്ങൾ അവിടെ, ബാലിന്റെ ദൈവം അവിടെ നിലവിളിച്ചിട്ടും അവിടെ ഇറങ്ങാത്തൊരു തീ. ഇതാ ഏലിയാവ് ആ ദൈവസന്നിധി വന്ന് വിളിച്ചപ്പോൾ അവിടെ തീ ഇറങ്ങുവാനിടയായി. ആ ഒരുക്കങ്ങൾ വരെ നിങ്ങൾ വായിക്കണം. പ്രൈസലോ ആ ഒരുക്കത്തിന്റെ മേലെ പ്രവർത്തിച്ചത്. പ്രൈസലോ 5 ഒരുക്കങ്ങൾ അവിടെ കാണുവാൻ കഴിയും. 30 മുതൽ അതിന്റെ 39 വരെ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ച ചിലതൊക്കെ അവിടെ ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ റെഫറൻസ് മാത്രം പറഞ്ഞു പോകുന്നത്. പ്രൈസലോ ചില ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും അവിടെ കടന്നു വന്നത് മുഖാന്തരം അവിടെ അങ്ങോട്ടൊന്ന് തീ ഇറങ്ങിയെന്നേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവസനിൽ വിശ്വസ്തയോടെ ദൈവസനിലായിരിക്കുമ്പോ ചിലയിടത്ത് തീ ഇറങ്ങേണ്ട ഇടത്ത് തീ ഇറങ്ങും, ദഹിക്കേണ്ട ഇടം ദൈവസനി ദഹിച്ചു പോകും. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ചില വെല്ലുവിളികൾ വരുന്നുണ്ടോ? ചില വെല്ലുവിളികളുടെ മുമ്പിലാണോ നീ ആയിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം തീ ഇറക്കേണ്ടവൻ തീ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കത്തേണ്ടത് ചിലത് കത്തി, നശിക്കേണ്ടത് ചില നശിച്ച് നിന്റേതായ വഴി നിനക്ക് ഒരുക്കി തന്ന് നിന്നെ കൊണ്ടുപോകേണ്ട ഇടത്ത് കൊണ്ടുപോയി ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്ക്, സമയത്തിനായി ഒരുക്കപ്പെട്. ഇന്ന് പകൽക്കാലം ചില യാത്രകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പകൽക്കാലം അതിനായി ഒരുങ്ങ്. തടസ്സങ്ങൾ മാറിയിട്ടുണ്ട്, പ്രതികൂലങ്ങൾ മാറിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി തടസ്സമായി നിന്നതിനെ ദൈവം അതിനെ മാറ്റി ഇന്ന് പകൽക്കാലം വിശാലമായ പന്താവിലൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവ പ്രവൃത്തിയെ ഇന്ന് പകൽക്കാലം കാണിക്കുന്നു. അവസാന ഒരു ഭാഗം കൂടെ പറയട്ടെ. അടുത്ത ലാസ്റ്റ് ഏലിയാവ് ചെയ്തത്, അവൻ യോർദാന്റെ തീരത്ത് നിന്നു. ആ യോർദാന്റെ തീരത്ത് ഏലിയാവ് നിൽക്കുക. അവിടെ ഒരു വലിയൊരു പകർച്ച അവിടെ നിന്ന് വ്യാപരിപ്പാനിടയായി. പ്രൈസലോ അവനിലൂടെ പകർന്ന അഭിഷേകം ആ ഏലീശയുടെ മേൽ പകരുന്ന ഒരാത്മ പകർച്ചയുടെ ശുശ്രൂഷയിലൂടെ ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ നീ ഒറ്റപ്പെട്ടോ, എവിടെയൊക്കെ നീ തകർന്നോ, എവിടെയൊക്കെ നീ നിരാശപ്പെട്ടോ, ഇന്ന് പകൽക്കാലം അതിനെയൊക്കെ ധരണം ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നിലൂടെ അനേകരെ ഒരു ശുശ്രൂഷയിലൂടെ വഴി നടത്തുക, ശുശ്രൂഷയുടെ ഒരു കൈവയ്പ്, അനേകരെ താങ്ങുന്ന, അനേകരെ കരുതുന്ന, അനേകരെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷയിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് പകൽക്കാലം പ്രാപിക്കണമെന്ന് ദൈവാത്മാവിനാ ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ വചനം വിശ്വസിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ഈ വചനം ഏറ്റെടുക്കുവാൻ കഴിയും? ഏലിയാവിന്റെ ജീവിതത്തിൽ സ്വഭാവമുള്ള മനുഷ്യനെന്ന് ദൈവം അവനെ കുറിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്തെങ്കിലും അതിന് പിറകിൽ പിന്നിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ അവൻ കടന്നുപോയി. ആ തകർച്ചയുടെ നടുവിലൊക്കെയും ഏലിയാവിനോട് ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് ആ തകർച്ചയിൽ അവൻ തകർന്നു പോയില്ല. ഒരു പുതിയ ശുശ്രൂഷയിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക് അവൻ കാൽ വെച്ച് അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയോടെ അവൻ പുറത്തു വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ആ ഒരു പകർച്ച ഇന്നും തീർന്നു പോയിട്ടില്ല. അതിനായി നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയിൽ ഒന്ന് താണിരിക്കുക. കർത്താവിന്റെ ആത്മാവ് പറയുന്നത് പോലെ നാമും ദൈവസന്നിധിയിൽ ഒരു സമസ്വഭാവമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക. നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you.